ഹായ് കൂട്ടുകാരെ, നമ്മുടെ താമരയൊക്കെ നന്നായിട്ട് വളർന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ താമരയിൽ ചില പ്രശ്നങ്ങൾ വരാറുണ്ട് കേട്ടോ. അതിലൊന്നാമത്തെ പ്രശ്നം ഇങ്ങനെ വരണ പായലാണ് കേട്ടോ. ഇത് ചാണകപ്പൊടി കൂടിപ്പോയാൽ ഇങ്ങനെ പായൽ വരും. മണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഇങ്ങനെ പായലൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം അതിന് ചെയ്യേണ്ട നടപടിയെന്ന് വെച്ചാൽ നമ്മളത് വാരിക്കളയുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം അതിന് കൈയിട്ട് വാരിയൊക്കെ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്രഷ് ഉപയോഗിക്കുക കേട്ടോ. കുപ്പി വീണൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആ താമരയുടെ പോട്ടിൽ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് പോരും കേട്ടോ. അപ്പം അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊക്കെ അത് കൈകൊണ്ട് തന്നെയാണ് എടുത്ത് കളയാറട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇങ്ങനെ ചെളിയിലൊക്കെ കൈയിട്ട് വാരി എടുക്കണമെന്ന് ഇഷ്ടമായിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ബ്രഷൊക്കെ ഉപയോഗിച്ചത് കോരി മാറ്റാം കേട്ടോ. ഇത് ഇങ്ങനെ കോരി മാറ്റിയില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ആ താമരയെ തന്നെ അത് നശിപ്പിച്ച് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പായലൊക്കെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പായലിങ്ങനെ കോരി മാറ്റി കളയണം കേട്ടോ. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ കോരി കളയാലാണ് ചെയ്യണേ കേട്ടോ. ഗ്ലൗസ് ഉള്ളപ്പോൾ ഗ്ലൗസ് ഇടും. അതല്ല ഗ്ലൗസ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഇല്ലാണ്ട് കൈ കൊണ്ട് തന്നെ അത് വാരി കളയലാണ് പതിവ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നിയേക്കുന്നത് നമ്മുടെ കൈ കൊണ്ട് വാരി കളയുമ്പോഴാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ വാരി മാറ്റാൻ കഴിയും കേട്ടോ. ഇനി നമുക്കുള്ളൊരു മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ താമരപ്പോട്ടിൽ കൊതുക് വരാതിരിക്കാൻ പായലോ അസോളയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് ചിലപ്പോഴൊക്കെ ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് കയറി വരും കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വാരി മാറ്റുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് വാരി മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത വളത്തിൻ്റെയൊക്കെ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡായിട്ട് ഇത് പെട്ടെന്ന് വളർന്നു വരും. നമ്മുടെ താമരയുടെ വളർച്ച കുറയും കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളത് വാരി മാറ്റിയത് നമുക്ക് ചെടിക്ക് വളമായിട്ടും കോഴി ഉണ്ടെങ്കിൽ കോഴിക്ക് തീറ്റയായിട്ടുമൊക്കെ നമുക്കത് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ താമരനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. താമരയുടെ ഇല ചുരുണ്ട് വരികയും അതിൻ്റെ അടിഭാഗം ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ ഇത് ഫംഗസ് ബാധിക്കുന്നതാണ് കേട്ടോ. ഇത് കാറ്റിൽ പകരണ ഒരു രോഗമാണ്. സാധാരണ രീതിയിൽ നമുക്കിത് വരണത് റീയൂസ് ചെയ്ത മണ്ണിൽ വരുന്നുണ്ട്. ഞാൻ പുതിയ മണ്ണ് കുറച്ചിറക്കി നട്ടയിലൊന്നും വന്നിട്ടില്ല കേട്ടോ. അല്ലാണ്ട് റീയൂസ് ചെയ്ത മണ്ണിലൊക്കെ ഉള്ള പോട്ടാണ് ഇതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മരുന്നടിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ പിന്നെ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. മറ്റൊരു കീടബാധ വരുന്നത് ഇലയുടെ അടിയിൽ വരുന്ന മൂഞ്ഞകളാണ് കേട്ടോ. ഇലയുടെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ. അതേപോലെ തന്നെ താമരയിൽ മൊട്ട് വരുമ്പോൾ മൊട്ടുമ്മേലും നിറയെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാം കേട്ടോ. ഇത് താമരയിൽ ഇങ്ങനെ ഫംഗസ് ബാധിച്ചു കഴിഞ്ഞാൽ താമരയുടെ തണ്ടെല്ലാം ഇങ്ങനെ കറുത്ത നിറത്തിൽ കാണാം കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ളത് നല്ല ക്ലിയറായിട്ട് തന്നെ ഇരിക്കും. അതേസമയം ഇങ്ങനെ അസുഖങ്ങൾ ബാധിച്ചത് കറുത്ത കളറിൽ ഇങ്ങനെ വരും കേട്ടോ. അതിന് നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു പോംവഴി എന്ന് വെച്ചാൽ അതേപോലെ ഫംഗിസൈഡ് എന്തെങ്കിലും അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യണത് ഇവിടെ മാജിക് എന്ന് പറഞ്ഞൊരു ഫംഗിസൈഡ് കിട്ടും. അത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് ചെയ്യണേ കേട്ടോ. നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കണത് ഒന്നില്ലെങ്കിൽ രാവിലെ ആയിരിക്കണം, അല്ലെങ്കിൽ വൈകിട്ടായിരിക്കണം കേട്ടോ. ഇങ്ങനെ സ്പ്രേ ചെയ്ത് അതിൻ്റെ ഇലകളുടെ അടിഭാഗത്തും അതോടൊപ്പം തന്നെ ആ പോട്ടിലെ വെള്ളത്തിലും കൂടി കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് അതൊന്നില്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. 2-3 ദിവസം നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കീടബാധ ഇതിൽ നിന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. താങ്ക് യു.